ഹായ് ഓൾ, വെൽക്കം ടു ഇലാൻ അക്കാഡമി. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് മേൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ ലോറൻസ് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് NCERT അതുപോലെ തന്നെ SCERT സിലബസിൽ 10ാം ക്ലാസ്സിലെ സിലബസിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തൊരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ശരിക്കും ഇത് പ്രവർത്തിക്കുന്നത്? ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് മേൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ശരിക്കും അത് വർക്ക് ചെയ്യുന്നുള്ളത് പലപ്പോഴും കുട്ടികൾക്ക് സംശയം ഇടയാക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കിറ്റാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം. ആദ്യമായിട്ട് നമുക്കതിൽ വേണ്ടത് ഒരു മാഗ്നറ്റ്, നിയോഡൈമിയം മാഗ്നറ്റ്. ഇതാണ് നിയോഡൈമിയം മാഗ്നറ്റ്. ഇത് വളരെ ചെറിയൊരു മാഗ്നറ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഹൈലി പവർഫുൾ ആയിട്ടൊരു മാഗ്നറ്റ് ആണ്. നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഇതൊരു മെറ്റൽ പ്ലേറ്റ് ആണ്. ഈ ഒരു മെറ്റൽ പ്ലേറ്റിലേക്ക് നമ്മൾ ഈ ഒരു മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് നിയോഡൈമിയം മാഗ്നറ്റ്. ദിസ് ഈസ് ഹൈലി പവർഫുൾ. ദെൻ നമുക്ക് വേണ്ടത് ഒരു AA ബാറ്ററി വേണം. പിന്നെ ഒരു കോപ്പർ കണ്ടക്ടറാണ്, ഒരു കോപ്പർ കോയിൽ. പിന്നെ അതുപോലെ ഒരു വാഷർ. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മെറ്റൽ പ്ലേറ്റ് എടുത്തു. മെറ്റൽ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് നിയോഡൈമിയം മാഗ്നറ്റ് നമ്മൾ പ്ലേസ് ചെയ്തു. പിന്നെ ഒരു AA ബാറ്ററി എടുത്ത് അതിൻ്റെ മുകളിൽ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു വാഷർ, ഈ ഒരു വാഷർ അതിൻ്റെ മുകളിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മളൊരു കണ്ടക്ടർ, കോപ്പർ കണ്ടക്ടറാണ് ഇത്. നമ്മളൊരു ആപ്പിൾ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. സോ ഇത് പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ രണ്ട് എൻ പോയിന്റ്സ്, കോണ്ടാക്ട്സ് ഇവിടെ പ്രോപ്പറായിട്ട് ടച്ച് ചെയ്തിരിക്കണം. ഇവിടെ മുകളിൽ ബാറ്ററിയുടെ മുകളിലും അതേപോലെ താഴെ മാഗ്നറ്റിൻ്റെ താഴെ ഭാഗത്തും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി നമുക്കതിൽ തന്നെ ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത് കറണ്ട്, ബാറ്ററിയിൽ നിന്നും കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടക്ടർ വെച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. സോ അതുകൊണ്ട് അതിന് ഒരു ഫോഴ്സ് അതിൽ ആ കണ്ടക്ടറിന് ചുറ്റും ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ വെച്ച ബാറ്ററി തന്നെ നേരെ അത് തല തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ശരിക്കും ക്ലിയർ ആയിട്ടും കാണാൻ പറ്റും. അത് നേരത്തെ തിരിഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അതിന് കാരണം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അതായത് കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഈ കണ്ടക്ടറിന് ചുറ്റും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്തു. അങ്ങനെയാണ് അത് റിവേഴ്സ് ചെയ്യുന്നത്. സോ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ തിയറിയാണ് നമ്മൾ പഠിച്ചത്. ഇത് ആക്ച്വലി നമ്മുടെ റിയൽ ലൈഫിൽ ഒരു ആപ്ലിക്കേഷൻ എവിടെയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു മോട്ടോർ, വീട്ടിലൊക്കെ മോട്ടോർ ഉണ്ടാവും. ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ മോട്ടോറിനകത്ത് ഒരു പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാവും. ആ മാഗ്നറ്റിൻ്റെ ഇടയിൽ ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറാണ് നമ്മുടെ മോട്ടോറിൻ്റെ ഷാഫ്റ്റ്. സോ നമ്മൾ മോട്ടോറിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുന്നു. ആ കണ്ടക്ടർ വെച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചു, അതിലേക്ക് കറണ്ട് പാസ് ചെയ്തു. സോ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു റൊട്ടേറ്റ്. അങ്ങനെയാണ് ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു തിയറിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. സോ താങ്ക് യു ഓൾ.